हरि ओं श्री गुरुभ्यो नमः। ओं श्री गणेशाय नमः। ओं श्री सरस्वत्यै नमः। ओं श्री गुरुभ्यो नमः। ओं श्री त्रिपुरसुन्दर्यै नमः। सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। सौन्दर्यलहरी मङ्गलश्लोकम्। सौन्दर्यलहरी कर्त्रे सर्वमङ्गलदायिने शङ्कराचार्यवर्याय യതിരാജായതേ നമഃ. നമുക്കെല്ലാവർക്കും ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 61ാമത്തെ ശ്ലോകം അർത്ഥസഹിതം. असौ नासावंशस्तु हि न गिरिवंशध्वजपडि त्वदीयो नेदीय फलदु फलमस्माकमुचितं वहत्यन्तर्मुक्ता शिशिरकरनिश्वासगलितं समृद्ध्या सा बहिरविजमुक्ता मणिधरः. ഹേ തുഹി നഗിരി വംശധ്വജപടി, അല്ലയോ ഹിമാചല വംശ പതാകയായ ഭഗവതി, ത്വദീയ നിന്തിരുവടിയെ സംബന്ധിച്ചതായ അസൗ ഈ നാസാവംശ നാസികയാകുന്ന വംശദണ്ഡം. നമ്മൾ കണ്ണ്, നെറ്റി, തലമുടി, മുകുടം എല്ലാം നമ്മൾ വർണ്ണിച്ച് ഭഗവതിയുടെ നാസാദണ്ഡം എത്തി, പുരികക്കൊടി എല്ലാം വർണ്ണിച്ചു. അതിനുശേഷം നിന്തിരുവടിയുടെ നാസികയാകുന്ന വംശദണ്ഡം, അതായത് ഇവിടെ പറയുന്നത് മുളങ്കുഴൽന്ന് ഒരു ഉപമിച്ചതാണ്. അസ്മാകം ഞങ്ങൾക്ക് ഉചിതം യോജിച്ചതായ നേതീയ ഏറ്റവും അടുത്തുള്ള ഫലം കാമിത ഫലത്തെ, അതായത് അഭീഷ്ടസിദ്ധിയെ ഫലിപ്പിക്കട്ടെ. സഹ ആ നാസാദണ്ഡം, അതായത് മൂക്ക്, അന്തർഭാഗത്തിൽ മുക്താഹ മുക്തുകളെ വഹതി ധരിച്ചിരിക്കുന്നു. അന്തർഭാഗത്ത് മുത്തുകൾ ധരിച്ചിരിക്കുന്നു, അതായത് മൂക്കുത്തി അന്തർഭാഗത്തുണ്ട്. അത് യാതൊന്ന് ഹേതുവായിട്ട് താസാം ആ മുത്തുകളുടെ സമൃദ്ധിയാൽ ശിശിരകര നിശ്വാസഗളിതം ചന്ദ്രമയമായ ഇടത്തെ നാസാദ്വാരത്തിൽ നിന്നും പുറപ്പെടുന്ന നിശ്വാസവായു, നമ്മൾ ഉച്ഛ്വാസ നിശ്വാസവായു എടുക്കുമല്ലോ, നിശ്വാസവായു. അതിനാൽ ആ നിശ്വാസവായുവിനാൽ ആ മുത്തുമണി പുറത്തേക്ക് വീണതായ മുത്തുമണി എവിടെയുണ്ട്? ബഹിഹി അപി പുറത്തും, അതായത് ഉള്ളിൽ മുത്തുമണിയുണ്ട്, അതുപോലെ തന്നെ പുറത്തും മുത്തുമണിയുണ്ട്. മുക്താമണിധര മുത്തുമണിയെ ധരിച്ച്, പുറത്തേക്ക് വന്ന മുത്തുമണിയാണ് പുറത്ത് ധരിച്ചിരിക്കുന്നത് എന്ന് സാരം. അതായത് മൂക്കുത്തി എന്ന്, അതായത് ദേവി ധരിച്ച മൂക്കുത്തിയെ പറ്റിയാണ് വർണ്ണിക്കുന്നത് നാസാദണ്ഡത്തിലുള്ള. അല്ലയോ ഹിമാചല വംശത്തിന് കീർത്തി പതാകയായി ശോഭിക്കുന്ന ദേവി, നിന്തിരുവടിയുടെ ഈ നാസാദണ്ഡം ഞങ്ങൾക്ക് ഉചിതമായ അഭീഷ്ടസിദ്ധിയെ കാലതാമസം കൂടാതെ ഫലിപ്പിക്കട്ടെ, തരട്ടെ, അഭീഷ്ടസിദ്ധിയെ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ നാസാദണ്ഡം അന്തർഭാഗത്തിൽ മുത്തുകളെ ധരിച്ചിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ആ മുത്തുകളുടെ സമൃദ്ധി ഹേതുവായിട്ട് ചന്ദ്രമയമായ ഇടത്തെ നാസാദ്വാരത്തിൽ നിന്ന് പുറപ്പെടുന്ന നിശ്വാസവായുവിനാൽ പുറത്തേക്ക് വീഴിച്ചതായ മുത്തുമണിയെ ബഹിർഭാഗത്തും ധരിച്ചിരിക്കുന്നു എന്ന് സാരം. അപ്പോൾ ഭഗവതിയുടെ മൂക്കുത്തിയാണ് വളരെ വിശദമായിട്ട് വർണ്ണിച്ചത്. അകത്തും മൂക്കിൻ്റെ ഉള്ളിലും പുറത്തും ആ മണികൾ ഉണ്ട്, മുത്തുമണികൾ സമൃദ്ധമായിട്ട് ആ മുത്തുമണികൾ ധരിച്ചിരിക്കുന്നു എന്ന് സാരം. അതുകൊണ്ട് ഓം തത്സത്. ഓം ശ്രീ മഹാദേവ്യേ നമഃ. കായേന വാചാ മനസേന്ദ്രിയർവ്യാഭുദ്യാത്മനാ വാം പ്രകൃതേ സ്വഭാവാൻ കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീമന്നാരായണായേതി സമർപ്പയാമി. ശ്രീ മഹാദേവ്യേതി സമർപ്പയാമി. സർവത്ര ദേവീ നാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യേ നമഃ. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.